മുത്തശ്ശി എപ്പോ നോക്കിയാലും നുണ പറയുന്നത്? മുത്തശ്ശി ഇത്രയും വയസ്സായില്ലേ, എന്നിട്ടാണോ കള്ളം പറയുന്നേ? അല്ല, ഞാൻ ഇതൊക്കെ എപ്പോഴാ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞേ? ഞാൻ വന്നപ്പോ തൊട്ട് പോണോന്നല്ലേ പറഞ്ഞോണ്ടിരുന്നേ. കള്ളം പറഞ്ഞ ഭക്ഷണം കിട്ടൂലെന്നാ ദേവിയാനി അച്ഛൻ പറഞ്ഞിട്ടുള്ളേ. ദേഷ്യപ്പെടാതെടാ പേരക്കുട്ടി. എന്താണ് പേരക്കുട്ടിന്ന് വിളിക്കാൻ നിങ്ങക്ക് നോ റൈറ്റ്സ്. ഓ, എന്നെ അങ്ങനെ വിളിക്കരുത്, കവിന്ന് മാത്രം വിളിച്ചാ മതി. ഓക്കേ? എടാ കവിൻ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? അത് നിന്റെ മുത്തശ്ശിയാണെന്ന് വിചാരിച്ചാ പോരെ? അതെന്തിനാ പോലെന്ന് പറയുന്നേ? മുത്തശ്ശി തന്നെയാ. അത് വിട് കവിൻ, ഇത് നിന്റെ മുത്തശ്ശിയാണെന്ന് വിചാരിച്ചാ പോരെ? അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. ഓൾറെഡി എനിക്ക് 2 മുത്തശ്ശിമാരുണ്ട്. അവിടെ ഇനി സ്ഥലമില്ല, അതുകൊണ്ട് എനിക്ക് വേറെ മുത്തശ്ശിയും വേണ്ട. എന്താ നില, നിന്റെ ഫ്രണ്ടിന് ഇത്ര ദേഷ്യം? അതെന്തിനാ ഫ്രണ്ട് എന്ന് പറയുന്നേ? കൂടെ പിറന്ന പോലെ വിചാരിച്ചൂടെ അവൾക്ക്? ആ, അപ്പോഴേ അറ്റാച്ച്മെന്റ് കൂടുള്ളൂ. എന്നെ ഇവിടെ എല്ലാരും കൂടി ടോർച്ചർ ചെയ്യാ. ഒന്ന് മാറി, ഞാൻ വീട്ടിൽ പോവാ. പറയുന്ന കേട്ടില്ല, അവിടെ ഇരിക്കാൻ. നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ വീട്ടിൽ പോണോന്ന് പറയുമ്പോ ഇവിടെ എല്ലാരും കൂടി ടോർച്ചർ ചെയ്യാ. നിങ്ങളെല്ലാവരും പിടിച്ച് പോലീസിന് കൊടുക്കും. എടാ, എന്താടാ നീ ചെറിയൊരു കാര്യത്തിന് ഇത്ര ദേഷ്യപ്പെടുന്നേ? ഈ ദേഷ്യമൊക്കെ ശരിക്കും നീ കാണിക്കുന്ന പോലെ തന്നെയാ. നീ ചെറുപ്പത്തില് ചേട്ടനുമായിട്ട് ഇതുപോലെയാ വഴക്കുണ്ടാക്കുക. തൊട്ടനും പിടിച്ചനൊക്കെ ദേഷ്യായിരുന്നു നിനക്ക്. എന്താ അമ്മ ഈ പറയുന്നേ? അവൻ ദേഷ്യപ്പെടുന്നതിനും ഞാൻ ചെറുപ്പത്തിൽ ദേഷ്യപ്പെട്ടോണ്ടിരുന്നതിനും എന്താ സംബന്ധം? കാരണം ഇവൻ നിന്റെ മോനല്ലടി. അമ്മേ, അമ്മയോടാ ഞാനീ ചോദിക്കുന്നേ. എന്താ അമ്മ ആലോചിക്കുന്നേ? ഒന്ന് വിടന്നെ. അത് വേറൊന്നുമല്ല, ഇവന്റെ ഈ വയസ്സിലെ ദേഷ്യം കാണുമ്പോ നിന്റെ ചെറിയ പ്രായത്തില് നീ ഇതുപോലെ ദേഷ്യം പിടിച്ചിരുന്നു. അത് ഓർത്തു പോയതാ ഞാൻ. അതുകൊണ്ടാ പറഞ്ഞത്. അങ്ങനെയാണോ? അതെ. ചേട്ടാ, ഇത് എന്റെ നോട്ടല്ലേ? എന്തിനാ നീ എടുത്തത്? ഇല്ല വിജി, ഇത് എന്റെ നോട്ടാ. ഇത് നിന്റെ അല്ല, എന്റെയാ. ശരിക്കും നോക്ക്. അയ്യോ, അത് സോറി വിജി, ഇത് നിന്റെ നോട്ട് തന്നെയാ. ഞാൻ മാറി എടുത്തു പോയതാ. ഇതിൽ ഞാൻ കുറച്ച് എഴുതിപ്പോയല്ലോ. ആരോട് ചോദിച്ചിട്ടല്ല എഴുതിയത്? അതിൽ എന്റെ ക്ലാസ്സിലത്തെ നോട്ട്സ് എല്ലാം ഞാൻ എഴുതിയതാ. എല്ലാം നീ നശിപ്പിച്ചില്ലേ? എന്റെ ക്ലാസ് മിസ് ഇതറിഞ്ഞ എന്നെ അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യും. ഇതിന് കാരണം നീയാ. നിനക്ക് വട്ടാണെന്ന് തോന്നുന്നത്. അല്ല, എന്തേ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അമ്മേ, ഞാൻ അറിയാതെ അവളുടെ ബുക്ക് എടുത്തിട്ട് എന്റെ കുറച്ച് നോട്ട് എഴുതിയായിരുന്നു. അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മേ, അമ്മേ, അറിയാതെ ഒന്നും അല്ല, അറിഞ്ഞോണ്ടെടുത്താ. എന്നിട്ട് കള്ളത്തരം പറയാ. ഇവനെ എന്നും ഇങ്ങനെ തന്നെ ചെയ്യാ. ശരി പോട്ടെ വിജി, അവൻ അറിയാതെ എടുത്തു പോയെന്നല്ലേ പറഞ്ഞത്? എപ്പോ നോക്കിയാലും എന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോയിട്ട് കളയുന്ന സ്ഥിരം ജോലിയാ. അമ്മേ, അവനോട് ചോദിച്ചിട്ട് അവനോട് പണിഷ്മെന്റ് കൊടുക്ക്. വിജി, ഈ ഒരു ചെറിയ കാര്യത്തിന് എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവൻ ആരാ? നിന്റെ സ്വന്തം സഹോദരനല്ലേ? നിന്റെ സാധനം എടുക്കാൻ എന്താ അവന് അവകാശമില്ലേ? അറിയാതെ അവനൊന്നും എടുത്തു പോയി. അതിനവൻ സോറിയും പറഞ്ഞു. അവള് ദേഷ്യപ്പെട്ടു പോയത് കണ്ടില്ലേ? അമ്മേ, ആ ദേഷ്യം തന്നെ അവളുടെ എനിമി. വിജി, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പഴയ കാര്യങ്ങൾ ഓർത്തു പോയല്ലേ? ഇപ്പൊ ഓർമ്മ വന്നോ? ഇവൻ ദേഷ്യപ്പെടുന്നത് കാണുമ്പോ എനിക്ക് എപ്പോഴും നിന്റെ ഓർമ്മയാ വരുന്നത്. നിന്റെ ചെറുപ്പത്തില് ഇതുപോലെയായിരുന്നു. എപ്പൊ നോക്കിയാലും മുഖം വീർപ്പിച്ചോണ്ട് അതിങ്ങനെ ഇരിക്കും. എന്തിനാ ദേഷ്യപ്പെടുന്നേ, മുഖം വീർപ്പിച്ചെന്നൊന്നും ഞങ്ങളോട് ആരോടും പറയില്ലായിരുന്നു. എന്നാൽ ഞങ്ങളൊക്കെ നിന്റെ താളത്തിനും തുള്ളുമായിരുന്നു. അന്നത്തെ കാലത്ത് നിന്റെ ദേഷ്യം കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാ
ഇപ്പൊ കവിനെ കാണുന്നത് പോലെ. അമ്മേ മതി മതി അമ്മേ. അമ്മ എന്താ പറഞ്ഞോണ്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവന്റെ പോലെ ദേഷ്യക്കാരിയാണെന്ന് അമ്മ എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കുകയാണല്ലേ? അയ്യോ അങ്ങനെയൊന്നുമല്ല. എന്നാ അമ്മേ 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 പറഞ്ഞതില്ല എന്ന് പറഞ്ഞു ഉരുളണ്ട അമ്മേ. ഞാനും കവിനും എത്ര ദേഷ്യപ്പെട്ടാലും ഞങ്ങളുടെ അടുത്താണ് ന്യായമുള്ളത്, അല്ലേ കവിൻ? ശരിയല്ലേ? ഇനി അതേന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. വീട്ടിൽ പോണോന്ന് പറഞ്ഞിട്ട് എന്നെ വിടുന്നുമില്ല. ആ നടക്കട്ടെ നടക്കട്ടെ. ശരിടാ, ടെൻഷൻ ആവല്ലേ. അതിരിക്കട്ടെ, ഇത്തവണ എക്സാമിൽ നീ എന്തിനാ ഫെയിൽ ആയത്? നിനക്കെന്താ മാർക്ക് കുറഞ്ഞു പോയത്? എനിക്ക് അത്രക്ക് മാർക്കൊന്നും കുറവില്ല, കുറച്ച് കുറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്താ കുറവില് കുറച്ചു കുറവ്, കൂടുതൽ കുറവ് എന്നൊക്കെ? കുറവെന്ന് പറഞ്ഞ കുറവാ. ഫുൾ മാർക്ക് വാങ്ങണം, അപ്പോഴേ പ്രൗഡ് ആയിരിക്കുള്ളൂ. നീ നിന്റെ കുറുമ്പൊക്കെ ഒന്ന് കുറച്ച് പഠിപ്പിൽ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താ ഉറപ്പായിട്ട് നിനക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. നില ഫുൾ മാർക്ക് വാങ്ങിക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ തന്നെയല്ലേ പഠിക്കുന്നത്? ഒരു ടീച്ചർ തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത്? പിന്നെങ്ങനെയാ അവൾക്കതിന് പറ്റുന്നു, നിനക്കതിന് പറ്റാതെ പോകുന്നത്? നിനക്ക് എന്താ പറ്റാത്തതെന്ന് വെച്ചാ നിനക്ക് കോൺസെൻട്രേഷൻ കുറച്ച് കുറവാ. നിന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളിയിലും കുറുമ്പ് കാണിക്കുന്നതിലും ആണ് ഉള്ളത്. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? ഇത് നോക്ക്, ഞാൻ പറയുന്നെന്ന് വെച്ച് ദേഷ്യപ്പെടണ്ട. നീ നിലമോളെ പോലെ ശ്രദ്ധയോടെ സിൻസിയറായിട്ട് പഠിച്ച നിനക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ആരെ കൊണ്ടും പറ്റാത്ത കാര്യമായിട്ട് ഒന്നുമില്ല. എടാ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ നിന്റെ നല്ലതിനല്ലേ പറയുന്നേ. നീ നന്നായിട്ട് പഠിച്ചാ നിനക്ക് വലിയ ആളാവാൻ പറ്റും. ഇല്ലെങ്കിൽ ആരും നിന്നെ മൈൻഡ് ചെയ്യില്ല. പഠിപ്പേ ഒരുപാട് ഇമ്പോർട്ടന്റാ. അയ്യോ കവിമോൻ ദേഷ്യപ്പെടുവാണല്ലോ. വിജി നിർത്താതെ ഉപദേശം കൊടുക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?